Good evening, welcome back to my channel. So let's learn about Selma Lagerlof. She was a Swedish author and was born on 20th November 1858. She received a private education which was unusual for girls of her time. Later, she studied at the Royal Advanced Female Teachers Seminary in Stockholm from 1882 to 1885. She taught at a Swedish high school for girls in Landskrona, Sweden. She was the first woman to win the Nobel Prize in Literature, which was awarded to her in 1909. She was also the first woman to be granted a membership in the Swedish Academy. Two of her notable works are The Story of Gosta and Gosta Berling and The Invisible Links. She passed away on 16 March 1940. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെൽമ ലാഗർലോഫിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ വായിച്ചതെല്ലാം എബൌട്ട് ദി ഓതർ, അതായത് എന്താ, ഈ സെൽമ ലാഗർലോഫിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. Let's move on to the chapter. In half a day we have gone through the narrative of a man's voyage in time. അതായത് നമ്മൾ ഹാഫ് എ ഡേയിൽ എന്ത് പഠിച്ചിരുന്നു? ഒരു മനുഷ്യൻ്റെ ജേണിയെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് എന്താ? നൊബേൽ ലോറേറ്റായ സെൽമ ലാഗർലോഫിൻ്റെ കഥയെക്കുറിച്ചിട്ടാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഒരു ഡിപ്പാർട്ടഡ് ഫാദർ, അതായത് മരിച്ചുപോയ അച്ഛനെക്കുറിച്ച്. Let's move on to the chapter. A few days ago, I was sitting in the train bound for Stockholm. It was early evening. There was a little light in my compartment and none at all outside. അതായത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാനൊരു ട്രെയിൻ യാത്രയിലായിരുന്നു, സ്റ്റോക്ക്ഹോമിലോട്ട് പോവുമായിരുന്നു. അതൊരു ഈവനിങ് ടൈമായിരുന്നു. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ചെറിയൊരു വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആരും പുറത്തുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം എന്ത് ചെയ്യുമായിരുന്നു? ഡോസിങ്, അതായത് ഉറങ്ങുകയായിരുന്നു. ഐ വാസ് ക്വൈറ്റ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദി ട്രെയിൻ. അതായത് ട്രെയിനിൻ്റെ ആ സൗണ്ട് ഞാൻ ഇങ്ങനെ നിശബ്ദമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദെൻ ഐ ബിഗാൻ ടു തിങ്ക് ഓഫ് ഓൾ അതർ ടൈംസ് ഐ ഹാഡ് കം അപ്പ് ടു സ്റ്റോക്ക്ഹോമിന് വന്നിരുന്ന ദിനങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഇറ്റ് ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൾട്ട്, അതായത് എന്തോ ഡിഫിക്കൾട്ടായിട്ടുള്ള ചിന്തകളായിരുന്നു എൻ്റെ മുന്നിൽ. എന്തായിരുന്നു? എക്സാമിനേഷൻ പാസ്സാവുന്നതിനെ കുറിച്ചൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നത് ലിറ്ററേച്ചറിനുള്ള പ്രൈസ് സ്വീകരിക്കാനാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൾട്ട്, അതായത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിരുന്നത്. ഡീപ്പ് വിത്തിൻ മീ ഹൗവർ വാസ് എ വണ്ടറസ് ജോയ് അറ്റ് റിസീവിങ് ദിസ് പ്രൈസ്. അതായത് ഈ പ്രൈസ് വാങ്ങുന്നതിൽ എനിക്കെന്താണ്, വളരെയധികം സന്തോഷമാണ്, ഭയങ്കര ആഴത്തിലുള്ള സന്തോഷമാണ് ഉണ്ടായിരുന്നത്. I tried to dispel my anxiety by thinking of those who would rejoice at my fortune. അതായത് എനിക്ക് കിട്ടിയ ഭാഗ്യത്തെ കുറിച്ചോർത്ത് എല്ലാവരും സന്തോഷിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. There were my good friends, my brothers, sisters, and first and foremost my old mother, who sitting back home was happy to have lived to see this day. അതായത് ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ പാരൻസും എല്ലാവരും ഉണ്ടായിരുന്നു ഇത് കാണുവാനായിട്ട്. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ. അതായത് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഓതർ ആരെക്കുറിച്ച് പറയുന്നു? ഫാദറിനെ കുറിച്ച് പറയുന്നു. ഐ ഫെൽറ്റ് എ ഡീപ് സോറോ ദാറ്റ് ഹി വാസ് നോ ലോങ്ങർ അലൈവ്. അതായത് എൻ്റെ പിതാവ് ഇപ്പോഴും ജീവനോടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. ഐ കുഡ് നോട്ട് ഗോ ആൻഡ് ടെൽ ഹിം ദാറ്റ് ഐ ഹാഡ് ബീൻ അവാർഡഡ് ദ നൊബേൽ പ്രൈസ്. അതായത് നൊബേൽ പ്രൈസ് കിട്ടി എന്നുള്ള കാര്യം എനിക്ക് അദ്ദേഹത്തിനോടൊന്നും പോയി പറയാൻ പോലും സാധിക്കുന്നില്ല. I knew that no one would have been happier than he to hear this. അതായത് ഇത് കേൾക്കുമ്പോൾ ആരും അത്ര ഹാപ്പി ആയിരിക്കില്ല. യെസ്, ഇറ്റ് വാസ് എ ഡീപ് സോറോ ടു മീ ദാറ്റ് ഐ കുഡ് നോട്ട് ടെൽ ഹിം. അതായത് അദ്ദേഹത്തിനോട് പറയാതിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്താണ്, അതൊരു സോറോ ആണ്. ഓൾ റെസിൽ ആൻഡ് ബസിൽ സീസ്ഡ് ആൻഡ് സൗണ്ട് ഓഫ് ദ വീൽസ് ബിക്കേം എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. അതായത് ട്രെയിനിൻ്റെ ശബ്ദത്തിന് എന്താണ്, ഒരു മെലഡി ആയിട്ടാണ് ഓതറിന് ഫീൽ ചെയ്യുന്നത്. ദ കോച്ചസ് നോ ലോങ്ങർ സീം ടു റൺ ഓൺ റെയിൽസ് and sleepers but to glide into space. I sat there and thought how much I should like to see my old father again. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. So light and soundless was a movement of the train that I could hardly imagine I was on this earth. അതായത് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്, ഈ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ലൈറ്റും സൗണ്ട്ലെസ്സും പോലെയാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. I were going to and I so began to daydream, just think if I were going to meet father in paradise. അതായത് സ്വർഗത്തിൽ വെച്ച് ഞാൻ എൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നു.
I seem to have heard of such things happening to other people. Why then not to myself? മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന അതേ കാര്യം തന്നെയാണ് എനിക്കും സംഭവിച്ചിരിക്കുന്നത്. The train went gliding on, but it had a long way to go yet, and my thoughts raced ahead of it. അതായത് ട്രെയിൻ എന്താണ്, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാദർ വിൽ certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. അപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഫാദർ എന്ത് ചെയ്തിട്ടുണ്ടാവും, മുന്നിലൊരു വരാന്തയിൽ ഇരുന്നു കൊണ്ട്, അതായത് ഒരു ഗാർഡൻ, ആ ഗാർഡനിൽ സൺഷൈൻ ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം മുന്നിലിരുന്നു കൊണ്ട് ഇദ്ദേഹം ഒരു ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുകയാണ്. He will say, "Good day, my daughter. I am very glad to see you," or "Why you are here and how are you, my child?" just as he always used to do. അതായത് ഈ നൊബേൽ പ്രൈസ് കിട്ടുന്നത് എൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ അതെന്നെ പ്രൈസ് ചെയ്യുന്ന കാര്യം, അതായത് ഗുഡ് ഡേ മൈ ഡോട്ടർ, നല്ല കാര്യമാണ് മകളെ, നിന്നെ കാണാൻ സാധിച്ചതിൽ സന്തോഷം എന്നൊക്കെ അച്ഛൻ പറയുമായിരുന്നു എന്ന് പറയുകയാണ്. He will settle again in his rocking chair and only then begin to wonder why I have come to see him. അതായത് ആ റോക്കിംഗ് ചെയറിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോയി എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുമായിരുന്നു. യു ആർ ഷുവർ ദർ ഇസ് നത്തിങ് amiss? He will suddenly, "No, father, all is well," I'll reply. But then just as I am about to break my news to him, I will decide to keep it back just a while longer and try the indirect approach. "I have come to ask you for advice, father," I will say, "for I am very heavily in debt. I am afraid you will not get much help from me in this matter," father will reply. അതായത് എനിക്ക് ഒരുപാട് കടങ്ങളുള്ളത് കൊണ്ട് എനിക്കൊന്നും തന്നെ തിരിച്ചു തരാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. "One may well say of this place that it has everything except money." അതായത് പൈസയെക്കാളും കൂടുതൽ മൂല്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. "But it is not money that I owe. Do you remember how you used to play the piano and sing the bellman's song to us children, how you would let us read Tegner and Runeberg and Andersen? It was then that I first fell into debt. Father, how shall I ever repay them for teaching me to love fairy tales and sagas of heroes?" അതായത് ആ ഒരു അച്ഛനോട് സംസാരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ഓദർ ചോദിക്കുകയാണ്. Father will straighten up in his rocking chair and a look of wonder will come into his eyes. "I am glad that I got you into this debt," he will say. അതായത് ഫാദർ എന്ത് ചെയ്യാണ്, ആ ചെയറിലിരുന്നു കൊണ്ട് നിവർന്നിരുന്നു കൊണ്ട് കണ്ണുകളിലേക്ക് നോക്കി പറയുകയാണ്, ഞാൻ ഈ കടം, അതായത് ഈ കടം ഞാൻ എന്നിലേക്ക് ഏറ്റെടുക്കാം എന്ന് പറയുകയാണ്. "Yes, you may be right, father, but then remember that this is not all of it. ഇതെന്നെ എല്ലാമാണെന്ന് ചിന്തിക്കരുത്. Think of those poor homeless vagabonds who used to travel up and down." അതായത് വീടില്ലാത്ത ആളുകൾ എങ്ങനെയാണ്, പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് ചിന്തിക്കൂ. "Playing the fool and singing all those songs." അതായത് ഒരുപാട് പാട്ടൊക്കെ പാടി തെരുവിൽ ഓടി നടക്കുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കൂ. "What do I not owe to them, to their mischief and mad pranks, and the old men and women sitting in their small grey cottages telling enchanted maidens." അതായത് എന്താണ്, ഒരുപാട് വയസ്സായ ആളുകളും വയസ്സായ ആണുങ്ങളും സ്ത്രീകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോട്ടേജസിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് പറയാനുള്ള ഒരുപാട് നല്ല നല്ല കഥകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയാണ്. "It was they who taught me that there is poetry in hard rocks and black forest." ഇവരെല്ലാമാണ് എന്നെ പോയം എന്ന് പറയുന്ന ഒരു സംഭവം പഠിപ്പിച്ചു തരുന്നത്. "And I am in debt not only to people, there is the whole nature as well. The animals that walk the earth, the birds in the skies, the trees and flowers, they have all told me some of their secrets." അതായത് എന്താണ് ഈ ഒരു കടപ്പാട് എനിക്കുള്ളത് ആരോടാണ്, ആളുകളോട് മാത്രമല്ല, നേച്ചറും അതുപോലെ എർത്തിനോടും ബേർഡ്സിനോടും ട്രീസിനോടും ഫ്ലവേഴ്സിനോടൊക്കെയാണെന്നാണ് പറയുന്നത്. "Father will be as carefree and relaxed as he used to be. Never fear, child, there is a remedy for your trouble." അതായത് നിൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുകയാണ് അച്ഛൻ. "I don't think, father, that you really understand how hard it is for me." അതായത് എനിക്ക് തോന്നുന്നില്ല ഇതെന്തൊരു ഹാർഡായ. "I am also in debt to my readers. What would have become of me if no one had wanted to read my books?" അതായത് ഞാനും
എൻ്റെ വായനക്കാരിൽ കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്, എൻ്റെ ബുക്സൊന്നും അവർ വായിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. ഐ ഓ ദം ഗ്രാറ്റിറ്റ്യൂഡ് ഫാദർ ബോത്ത് ഫോർ ദെയർ പ്രൈസ് ആൻഡ് ഫോർ ദെയർ സെൻഷർ. അതായത് എന്നോട് കടപ്പാട് ചെയ്തിട്ടുള്ള എല്ലാവരോടും എനിക്ക് നന്ദിയാണെന്നാണ് പറയുന്നത്. യെസ് യെസ് ഫാദർ വിൽ സീ ആൻഡ് ഐ ഷാൾ സീ ഹിം ലുക്ക് എ ലിൽ ലെസ് കാം. അതായത് ലെസ് കാമായിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത്. റിമെമ്പർ ഓൾ ഹു ഹാവ് ഹെൽപ്പ് മീ ഫാദർ. ഐ ഷാൾ സേ തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് SLD ഹു ട്രൈ ടു ഓപ്പൺ ഡോർസ് ഫോർ മീ വെൻ നോ വൺ ഡെയർ ടു ബിലീവ് ഇൻ മീ. ആരും എന്നെ വിശ്വസിക്കാത്തപ്പോൾ SLD എന്ന് പറഞ്ഞ സുഹൃത്തായിരുന്നു എന്നെ വിശ്വസിച്ചിരുന്നത്. All the love that has come to me, the honors, the distinctions. Do you not understand now that I had to come to you ask how such debts can be paid? അതായത് ഈ കടങ്ങളെല്ലാം എങ്ങനെ തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യുമെന്നുള്ളത് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ് ആൻഡ് ഡസ് നോട്ട് ലുക്ക് സോ ഹോപ്പ്ഫുൾ എനിമോർ. അതായത് ഒരു പ്രതീക്ഷയില്ലാതെയാണ് പിന്നെ എന്നെ നോക്കിയത്. ഐ എഗ്രി ഡോട്ടർ, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു, ബട്ട് ഷുവർലി ദർ ഇസ് നത്തിങ് മോർ യു ഓ എനി വൺ. അതായത് ആരുമായിട്ട് കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് അച്ഛൻ പറയുകയാണ്. യെസ് ഫാദർ, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ഇനഫ് ടു ബെയർ ഓൾ ദാറ്റ് ഐ ഓഡ് ബിഫോർ, ബട്ട് മൈ ബിഗ്ഗസ്റ്റ് ഡെബ്റ്റ് ഹാസ് നോട്ട് യെറ്റ് കം. ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് ടു കം ടു യു ഫോർ അഡ്വൈസ്. അതായത് എൻ്റെ ഏറ്റവും വലിയ കടം ഇതുവരെയും തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങയുടെ അടുത്ത് ഞാൻ അഡ്വൈസിന് വേണ്ടി വരുന്നതെന്നാണ് സെൽമ ലാഗർലോഫ് പറയുന്നത്. I cannot understand how you could owe still more. Father will say, oh yes, I will reply, and then I will tell him all about this. അതായത് അച്ഛൻ പറയാണ്, ഞാൻ ഇതിനുള്ള മറുപടി എല്ലാം പറയാം, ഇതിനുള്ള എല്ലാ കടങ്ങളും ഞാൻ തന്നെ തീർക്കാം, ഞാൻ സംസാരിക്കാമെന്ന് പറയുകയാണ്. I just cannot believe the academy. Father will say, but looking at me and seeing my face, he will know it is all true, and then every wrinkle in his face will tremble and tears will come into his eyes. അതായത് എനിക്കൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫാദർ എന്ത് ചെയ്യാണ്, ലാഗർലോഫിൻ്റെ ഫേസിലോട്ട് നോക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. He will know it is all true, and then every wrinkle in his face will tremble and tears will come into his eyes. അതായത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. Think, Father, it is not only honor and money they are bestowing on me. They have shown that they have trust enough in me to single me out before the whole world. How shall I repay this debt? അതായത് ഈ കടങ്ങളെല്ലാം ഞാൻ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് ചിന്തിക്കുകയാണ്. Father will sit and still no words will come as he thinks. അതായത് അദ്ദേഹം ചിന്തിക്കുന്നത് പോലെ ഒരു വാക്കുകൾ പോലും അദ്ദേഹത്തിൽ നിന്ന് വരില്ല എന്ന് പറയുകയാണ്. Then drying tears of joy from his eyes, he will bang down his fist on the arm of the rocking chair and say, I will not rack my brains about problems that no one in heaven or on the earth can solve. അതായത് ഈ സ്വർഗത്തിലോ ഭൂമിയിലോ ആർക്കും സോൾവ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്ന് പറയണം. ഐ എം ടു ഹാപ്പി ദാറ്റ് യു ഹാവ് ബീൻ ഗിവൺ ദ നൊബേൽ പ്രൈസ് ടു വെറി അബൌട്ട് നത്തിങ്. അതായത് നിനക്ക് നൊബേൽ പ്രൈസ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുകയാണ്. യുവർ മെജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹാവിംഗ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ ദാൻ ദിസ് ടു all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. അതായത് അവിടെയുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഹാവിങ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ ദാൻ, എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരങ്ങൾ എനിക്കില്ല. ഇറ്റ് ഓൺലി റിമൈൻസ് ടു മീ ടു ആസ്ക് യു ടു ജോയിൻ മീ ഇൻ ദ ടോസ് വിച്ച് ഐ ഹാവ് ദ ഓണർ ടു പ്രപ്പോസ് ടു ദ സ്വീഡിഷ് അക്കാഡമി. സ്വീഡിഷ് അക്കാഡമിയോട് പ്രപ്പോസ് ചെയ്യാനുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.